ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. അപ്പൊ നമ്മളിപ്പോ കാറിൽ പോയാലും ബൈക്കിൽ പോയാലും വെളിയിലോട്ട് വെറുതെ ഇറങ്ങിയാലും നമുക്ക് അത്യാവശ്യം ഒരു കാര്യമാണ് സൺഗ്ലാസ് എന്ന് പറയുന്നത്. കണ്ണിന്റെ പ്രൊട്ടക്ഷൻ ആണ് എന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന എന്റെ കണ്ണിന്റെ പ്രൊട്ടക്ഷനാണ്. പിന്നെ എല്ലാരും പറയുന്നത് ഇതെന്റെ ഒരു വീക്ക്നെസ് ആണ്. സൺഗ്ലാസസിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ണിന്റെ പ്രൊട്ടക്ഷൻ ആണ്. ഹാർംഫുൾ ആയിട്ട് വരുന്ന UV റേസിൽ നിന്നൊക്കെ നമ്മുടെ കണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഈ സൺഗ്ലാസസ്. ഫ്രെയിംലെസ് അല്ലെങ്കിൽ ഹാഫ് ഫ്രെയിം മെറ്റൽ ടൈപ്പ് ഫ്രെയിംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂക്കിന്റെ അടുത്ത് പാട് വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് 2 മാസം കൂടുമ്പോൾ ആ നോസ് പാഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ പാട് വരുന്നത്. എപ്പോഴും മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2 കൈ കൊണ്ട് എടുക്കുക, 2 കൈ കൊണ്ട് വെക്കുക എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് എപ്പോഴും നമ്മൾ എടുക്കുക വെക്കുക ചെയ്യുമ്പോൾ 2 കൈ യൂസ് ചെയ്യാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു ഡോക്ടർ അല്ല, ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. കാര്യം ഇത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാര്യം നമുക്ക് എവിടെ നോക്കിയാലും എല്ലാവരും ഇങ്ങനെ കണ്ണാടി വെക്കുന്നു, അല്ലെങ്കിൽ കണ്ണാടി വെക്കാൻ മടിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈവൻ സൺഗ്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. സോ ഈ ഡൗട്ടൊക്കെ ഒരു ക്ലിയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും ഞാൻ ശ്രുതിയെ വെൽക്കം ചെയ്യുന്നു. ഹായ്, എന്തുണ്ട്, സുഖമാണോ? അടിപൊളിയാണ്. ഓക്കെ. അപ്പൊ എനിക്ക് എങ്ങനെ ഒരാളെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്, ഇപ്പൊ നമുക്ക് കണ്ണാടി വെക്കണം എന്ന് ഡോക്ടർ നമുക്ക് എഴുതി തരുന്ന സമയത്ത് ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില ആളുകൾക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. ചില ആളുകൾക്ക് അത് വെക്കുന്ന സമയത്ത് ഒട്ടും മാച്ച് ആവില്ല, ചിലർക്ക് നന്നാവും. അപ്പൊ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ പേഴ്സണലി എനിക്ക് ഫ്രണ്ട്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമുക്കൊരു ഡോക്ടർ ഒരു കണ്ണാടി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പം നിങ്ങളൊരു ഷോറൂമിലേക്ക് വന്നിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്? നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസസ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി ചെല്ലുന്നത് ഏതൊരു ഷോറൂമിലായിക്കോട്ടെ ഒപ്റ്റിക്കൽസിലായിക്കോട്ടെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഒരുപാട് ഫ്രെയിംസ് ആക്ച്വലി അവൈലബിൾ ആയിരിക്കും. നമ്മൾ മെയിൻലി മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ കാണും ട്രെൻഡിങ് ആയിട്ട് പല ഇന്ന കൈൻഡ് ഓഫ് ഫ്രെയിംസ് അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എനിക്ക് വെച്ചിട്ട് എനിക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഏതാണ്, അങ്ങനെ ഒരു ഫ്രെയിമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പോകേണ്ടത്. ഫ്രെയിംസ് 3 ടൈപ്പിൽ വരുന്നുണ്ട്. ബേസിക് ആയിട്ട് 3 ടൈപ്പിലുണ്ട്. ഷെൽ ടൈപ്പ് ഫ്രെയിംസ് വരുന്നുണ്ട്, മെറ്റൽ ഉണ്ട്, ഫ്രെയിംലെസ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പൊ ഇത് 3ൽ നമ്മുടെ പവർ അനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് അവിടെ നിൽക്കുന്ന ഒപ്റ്റോമെട്രിസ്റ്റ് ആയിക്കോട്ടെ സെയിൽസ്മെൻ ആയിക്കോട്ടെ അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചില ടൈപ്പ് ഓഫ് പവറിന് ഇപ്പം കുറച്ച് കൂടുതൽ പവറൊക്കെ ഉള്ള ആൾക്കാരാണ്, ഇച്ചിരി കൂടുതൽ കാഴ്ചക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരിയും കൂടെ തിക്ക് ആയിട്ടുള്ള ഫ്രെയിംസ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ പവർ അനുസരിച്ചിട്ട് കൂടെ നമ്മൾ ഫ്രെയിംസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ മുഖത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിൽ ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഐബ്രോസ് എന്ന് പറയുന്നത്. നമ്മുടെ ഐബ്രോസ് കവർ ചെയ്യാത്ത ഫ്രെയിംസ് ചൂസ് ചെയ്യുക, ഒരുപാട് നമ്മൾ ചീക്കിൽ ടച്ച് ചെയ്യാത്ത ടൈപ്പ് ഫ്രെയിംസ് ചൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വെച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആവണം, നമ്മൾ കോൺഫിഡൻ്റ് ആവണം. ഒന്ന് താഴെ നോക്കുമ്പോൾ അത് ഊർന്നു പോകരുത്, നമുക്ക് ഫേസിൽ അത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ഫ്രെയിംലെസ് അല്ലെങ്കിൽ ഹാഫ് ഫ്രെയിം മെറ്റൽ ടൈപ്പ് ഫ്രെയിംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂക്കിന്റെ അടുത്ത് പാട് വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 മാസം കൂടുമ്പോൾ ആ നോസ് പാഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ പാട് വരുന്നത്. ഒരു 2 months അല്ലെങ്കിൽ 3 months കൂടുന്ന സമയത്ത് അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ ആ ഒരു കാര്യത്തിനുള്ളൊരു മെയിൻ പരിഹാരമായി സൊല്യൂഷൻ ആയത്. അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആക്ച്വലി നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം മാർക്കറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ വെച്ചിട്ടുള്ള ഫ്രെയിംസ് കാണുമ്പോൾ ഇത് ഞാൻ വെച്ചാൽ കൊള്ളാം എന്ന് തോന്നും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ഫേസിന്റെ ഷേപ്പിന് അത് ഒട്ടും മാച്ച് ആവില്ല. അപ്പം നമ്മൾക്ക് ഫേസിന് കംഫർട്ട് ആയിട്ടുള്ള ഫ്രെയിംസ് ചൂസ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളൊരു ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുമല്ലോ, അതായത് ക്ലാസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലും ഒരു വീക്ക്ലി വൺസ് മാറുന്നവരുണ്ട്, മന്ത്ലി ചോയ്സ് മാറുന്നവരുണ്ട്. ആ രീതിയിൽ അപ്പോൾ കുഞ്ഞുങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ പാടാണ്. അപ്പോൾ കൊച്ചു കുട്ടികളുടെ ക്ലാസ്സസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കുട്ടികൾക്ക് കണ്ണാടി പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് കണ്ണാടി വാങ്ങിക്കുമ്പോൾ ഈ പേരൻസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കണ്ണാടി പൊട്ടി പോവുക, സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ കണ്ണാടി പൊട്ടിച്ചോണ്ട് വരിക എന്നൊക്കെ ഉള്ളത്. എപ്പോഴും
കിഡ്സിന് നമ്മൾ ഫ്രെയിംസ് ചൂസ് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന ടൈപ്സ് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന ഫ്രെയിംസ് ചൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ അതിന് തന്നെ അഡ്ജസ്റ്റബിൾ ബാൻഡ്സ് വരുന്ന ടൈപ്പ് ഉണ്ട്. അതും കൂടി ആകുമ്പോൾ ഈ ഓടി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്താൽ കൂടിയും താഴെ പോവാത്ത ടൈപ്പ് ഫ്രെയിംസ് ഉണ്ട്. അങ്ങനത്തെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ലെൻസസ് തന്നെ മെയിൻ ആയിട്ട് ഈ പോളികാർബണേറ്റ് അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് പൊട്ടാത്ത ടൈപ്പ് ലെൻസസ് ഉണ്ട്. അങ്ങനത്തെ ചൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെൻസസ് കിഡ്സിനാകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ലെൻസസ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക, പൊട്ടാത്ത ടൈപ്പ് അത്. പിന്നെ കോട്ടിങ്സ് ഇപ്പം മെയിൻ ആയിട്ട് കുട്ടികൾ മാത്രമല്ല, നമ്മൾ വലിയവരും ഒരുപാട് ഗാഡ്ജറ്റ് യൂസേജ് കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നതാ. ഗാഡ്ജറ്റ്സ് മാത്രമല്ല, LED ലൈറ്റ്സ് എല്ലാത്തിനും ഈ ബ്ലൂ കളർ ലൈറ്റ് അത് സ്ക്രീനിങ് ടൈം ഭയങ്കര കൂടുതലാണ്. കിഡ്സിനൊക്കെ ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട്. കിഡ്സിന് മാത്രമല്ല, ഈവൻ അഡൽസിനും. അപ്പം അതിൽ നിന്ന് വരുന്ന ബ്ലൂ കളർ ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിന് ഒരു പരിധി വരെ ഹാർംഫുൾ ആയിട്ട് വരും. അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആയിട്ട് വരുന്ന ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് കൂടെ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ ലെൻസസിൽ. അപ്പൊ അങ്ങനത്തെ ലെൻസസ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം ഈ നമ്മള് ഇപ്പം ഈ അവൈലബിൾ ആണ് മാർക്കറ്റിൽ, ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ള ലെൻസസ് ആണ്, ഗ്ലാസസ് ആണ് ഡേ നൈറ്റ്. ശരിക്കും അത് എത്രമാത്രം കംഫർട്ട് ആണ്? അതായത് അത് ഡിപ്പെൻസ് ആണ്. എന്നാലും ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? പ്രോപ്പർ ക്വാളിറ്റിയിലുള്ള സാധനങ്ങളല്ല എന്നുണ്ടെങ്കിൽ ഡേ നൈറ്റ് കോട്ടിംഗ് അല്ലെങ്കിൽ ഫോട്ടോക്രോമാറ്റിക് കോട്ടിംഗ് എന്ന് പറയുന്നത്, ആ ഒരു കോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പുറത്തിറങ്ങിയ ഈ സൺലൈറ്റ് ഒക്കെ ബുദ്ധിമുട്ടുള്ളവര്, ഈ കാറ്ററാക്ട് ഉണ്ടെങ്കിൽ, ഇച്ചിരി ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, മീൻസ് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല അല്ലാണ്ടുള്ളവർക്കും ഇച്ചിരി പവർ ഒക്കെ ഉണ്ടെങ്കിൽ പവേർഡ് സൺഗ്ലാസസ് അല്ലെങ്കിൽ അത് ചൂസ് ചെയ്ത് മാറ്റി വെക്കുക, വീണ്ടും ഇൻഡോഴ്സിലേക്ക് വരുമ്പോൾ നോർമൽ ഗ്ലാസസ് വെക്കുക എന്നൊക്കെ ഉള്ള ഒരു ഓപ്ഷന് ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഫോട്ടോക്രോമാറ്റിക് അല്ലെങ്കിൽ ഡേ നൈറ്റ് ഗ്ലാസസ് എന്ന് പറയുന്നത്. അതായത് UV ലൈറ്റിന്റെ പ്രസൻസിൽ നോർമൽ ഗ്ലാസസ് കളർ ചേഞ്ച് ആയിട്ട് നമ്മുടെ സൺഗ്ലാസസ് പോലെ ആക്ട് ചെയ്യും. നല്ല രീതിക്ക് എഫക്റ്റീവ് ആണ്, നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യമാണത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് ക്വാളിറ്റി, അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം അല്ലേ? അതെ. ഈ ഫോട്ടോക്രോമാറ്റിക്കിന്റെ തന്നെ പല ടൈപ്പ് കോട്ടിങ്സ്, അതിന് ഒരുപാട് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ബേസ് ക്വാളിറ്റിയിൽ വരുന്ന കാര്യങ്ങളും ഉണ്ട്. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണല്ലോ കണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ ഗ്ലാസസ് ഇല്ലേ, ഇപ്പൊ നമ്മൾ വാങ്ങിയ ഗ്ലാസസ് നമ്മൾ ഇപ്പം അത്യാവശ്യം നല്ല ആൾക്കാരെല്ലാം വിചാരിക്കും കുറച്ച് വില കൊടുത്ത് ഫ്രെയിംസ് വാങ്ങാം, ഗ്ലാസസ് വാങ്ങാം എന്നൊരു വിചാരം ഉണ്ടാവും. അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ, ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻസ് എങ്ങനെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? അതായത് പ്രോപ്പർ ആയിട്ട് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? ഇതൊരു മെയിൻ ആയിട്ട് ആരും ശ്രദ്ധിക്കാണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഗ്ലാസസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കെയർലെസ് ആണ് എല്ലാവരും. അപ്പം ഈ ഫ്രെയിംസ് അല്ലെങ്കിൽ ഗ്ലാസസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിന് കുറച്ച് രീതികളുണ്ട്. എപ്പോഴും മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 കൈ കൊണ്ട് എടുക്കുക, 2 കൈ കൊണ്ട് വെക്കുക എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് എപ്പോഴും നമ്മൾ എടുക്കുക വെക്കുക ചെയ്യുമ്പോൾ 2 കൈ യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അത് ലൂസ് ആയിപ്പോകും. അത് ഏത് ബ്രാൻഡിന്റെ ആയിക്കോട്ടെ, ഏത് ക്വാളിറ്റി ആയിക്കോട്ടെ, ഒരു സൈഡിൽ നമ്മൾ എടുക്കുകയും വെക്കുകയും ചെയ്യുന്ന സമയത്ത് അത് ഡാമേജ് കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അത് ചില സമയത്ത് നമ്മുടെ സ്റ്റൈലിന് പറ്റാത്ത കാര്യമായിരിക്കും. ഇങ്ങനെ എടുക്കുമ്പോ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് നമ്മള് ശ്രദ്ധിക്കുന്നില്ല. നമുക്കതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് അതിന്റെ അലൈൻമെന്റ് കാര്യങ്ങൾക്കൊക്കെ ഇഷ്യൂ വരും, ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ പിന്നീട് ക്ലീൻ ചെയ്യുന്നത് ക്ലോത്ത് വെച്ചിട്ട് നമ്മളത് തുടക്കില്ലേ, അപ്പൊ അതിന്റെയൊക്കെ എങ്ങനെയായിരിക്കും അത് നമ്മളെ പ്രോപ്പർ ചെയ്യുക? ഈ ലെൻസിൽ എങ്ങനെ പോയാലും ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഹാർഡ് കോട്ട് വരും. അത് കഴിഞ്ഞ് ആന്റി ഗ്ലെയർ, പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ചിലർ ഫോട്ടോക്രോമാറ്റിക് ചെയ്യും, അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് കോട്ടിങ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് വരുന്ന കോട്ടിങ്സ്, ഇങ്ങനെ ഒരുപാട് കോട്ടിങ്സ് ചെയ്തിട്ടാണ് ലെൻസ് വരാം. അപ്പൊ ഈ ലെൻസിന്റെ മുകളിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു തുണി വെച്ചിട്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ ചിലർ ഈ സാനിറ്റൈസർ ഇട്ട് ക്ലീൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ആ കോട്ടിങ്ങിനെ എഫക്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും. നമ്മൾ ഇത്രയും ചിലര് ഒരുപാട് പേയ്മെന്റ് ചെയ്തിട്ടായിരിക്കും ലെൻസ് കാര്യങ്ങൾ എടുക്കുന്നത്, ഒരുപാട് കോട്ടിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ അതിനെ കെയർലെസ് ആയി സാനിറ്റൈസറോ കാര്യങ്ങളോ സോപ്പ് അതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോട്ടിങ് നശിച്ചു പോകും. നമ്മൾ ആ ചെയ്ത കോട്ടിങ് ഒരു കാര്യം ഇല്ലാണ്ടായി പോകുന്ന പോലെയാണ്. എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം ലെൻസ് ക്ലീനർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ലെൻസ് ക്ലീനേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ ഏതൊരു ഗ്ലാസസ് ആണെങ്കിലും എവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ കൂടെ ഒരു ക്ലോത്ത് അവൈലബിൾ ആണ്, സെൽവെറ്റ് എന്ന് പറയും. ആ സെൽവെറ്റ് വെച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും. നമ്മളിപ്പോ ഒരു ഡ്രൈവിനൊക്കെ പോയിട്ട് വരുന്ന സമയത്ത്, എസ്പെഷ്യലി ബൈക്ക് ആണെങ്കിൽ, നമുക്ക് നമ്മുടെ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി ഉറപ്പായിട്ടും നമ്മുടെ ഗ്ലാസ്സിൽ ഡസ്റ്റിന്റെ പാർട്ട് ഭയങ്കരമായിരിക്കും. അപ്പൊ ആ സമയത്താണെങ്കിലും നമ്മൾ ഈ ലെൻസ് ക്ലീനർ യൂസ് ചെയ്താൽ മതിയോ? അതെ,
ലെൻസ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതല്ല ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന സർഫേസിൽ നമ്മളൊരു ക്ലോത്ത്, അത് ഈവൻ സെൽവെറ്റ് ആയിക്കോട്ടെ, നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ചസ് വരാൻ, എത്രയൊക്കെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലാസസ് ആണെങ്കിൽ കൂടെ ഒരു പരിധി വരെ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ലെൻസ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇപ്പം ഒന്നാമത് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. അപ്പൊ നമ്മളിപ്പോ കാറിൽ പോയാലും ബൈക്കിൽ പോയാലും വെളിയിലോട്ട് വെറുതെ ഇറങ്ങിയാലും നമുക്ക് അത്യാവശ്യം ഒരു കാര്യമാണ് സൺഗ്ലാസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇപ്പൊ ഈ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നടക്കുമ്പോൾ വേറൊരു തരത്തിലൊക്കെ ആളുകൾ ഇങ്ങനെ പറയും അവന് ഭയങ്കര ജാടയാ അങ്ങനെ ഇങ്ങനെ, പക്ഷെ ഇത് കണ്ണിന്റെ പ്രൊട്ടക്ഷൻ ആണ് എന്ന് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോ ഈ സൺഗ്ലാസ് ഓൾറെഡി ഒരു സ്റ്റൈലിഷ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളില് വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ. അപ്പൊ നമ്മൾ സൺഗ്ലാസസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സൺഗ്ലാസസ് ഈ പറഞ്ഞ പോലെ മെയിൻ ആയിട്ട് എല്ലാവരും കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ട് ഒന്ന് ഇതായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും സൺഗ്ലാസസിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ണിന്റെ പ്രൊട്ടക്ഷൻ ആണ്. ഹാർംഫുൾ ആയിട്ട് വരുന്ന UV റേസിൽ നിന്നൊക്കെ നമ്മുടെ കണ്ണിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഈ സൺഗ്ലാസസിന് കൊടുക്കാൻ പറ്റുന്നത്. ഈ സൺഗ്ലാസസ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയത് എന്നുള്ളതിനപ്പുറം അതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ അല്ലെങ്കിൽ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിക്ക് ചിന്തിച്ചാൽ എപ്പോഴും ബെറ്റർ ഇച്ചിരി ഓവർ സൈസ്ഡ് ആയിട്ട് വരുന്ന സൺഗ്ലാസസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ വലുതാവുന്ന സമയത്ത് ഡസ്റ്റിൽ നിന്നായിക്കോട്ടെ അല്ലെ ഈ പറയുന്ന UV റേസിൽ നിന്നായിക്കോട്ടെ നമ്മുടെ കണ്ണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ആണ് ഈ സൺഗ്ലാസസ് എന്ന് പറയുന്നത്. ഒരു കൂളിംഗ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അല്ല, അപ്പൊ നമ്മൾ ഇതിനകത്ത് നോർമലി ഇപ്പം നമുക്ക് ഓൺലൈനിലൊക്കെ കുറച്ച് പൈസക്കൊക്കെ വലിയ ബ്രാൻഡിന്റെ ഒക്കെ റേറ്റ് കുറച്ചിട്ടൊക്കെ ഇരിക്കുന്ന ക്ലാസ്സസ് ഒക്കെ നമുക്ക് ബൈ ചെയ്യാം. അപ്പം അതെല്ലാം ഫുള്ളി ഷോ പർപ്പസ് ആണ്. ഇപ്പൊ ഏത് ബ്രാൻഡ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിന്റെ കോട്ടിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ സൺഗ്ലാസസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ മെയിൻലി എല്ലാവരും ഈ പറഞ്ഞ പോലെ ചെറിയ വിലക്ക് കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ വാങ്ങിക്കുന്ന ഈ ചെറിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ലെൻസിന്റെ മുകളിൽ UV പ്രൊട്ടക്ഷൻ ഉള്ള കോട്ടിംഗ് ഇല്ല. അത് ജസ്റ്റ് ഒരു ഡാർക്ക് കളർഡ് ഗ്ലാസ് മാത്രമാണ്. അത് നമുക്കൊരു ഭംഗിക്ക് വെക്കാന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്കൊരു പ്രൊട്ടക്ഷനും അത് തരുന്നില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം UV പ്രൊട്ടക്ഷൻ ഉള്ള സൺഗ്ലാസസ് അത് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പൊ ആക്ച്വലി നമ്മളപ്പോ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഗ്ലാസസ് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് നമുക്ക് സ്റ്റൈലല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് കണ്ണിന്റെ ഒരു സേഫ്റ്റിയാണ്. അപ്പം അത്തരത്തിലുള്ള ഗ്ലാസസ് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ അപ്പം ഇതില് ഇത്രയും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. അതായത് എങ്ങനെയാണ് ഒരു ഗ്ലാസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ബേബീസിന്, കുട്ടികൾക്കുള്ള ഗ്ലാസസ് എങ്ങനെയാണ്, സൺഗ്ലാസസ്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് പ്രായം ചെന്ന ആൾക്കാരിലേക്ക് പോകുന്ന സമയത്ത് അവര് എങ്ങനെയുള്ള ടൈപ്പ് ഗ്ലാസസ് ആണ് കൂടുതലും, അവരുടെ ലൈഫ് സ്റ്റൈൽ വേറൊരു രീതിയായിരിക്കും, അവരുടെ ഉറക്കം വേറൊരു രീതിയായിരിക്കും. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ഗ്ലാസസ് ആയിരിക്കും കൂടുതലും സെലക്ട് ചെയ്യേണ്ടത്? ഒരു പെർട്ടിക്കുലർ ഏജ് അല്ലെങ്കിൽ ഒരു 40+ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നോർമലി ആൾക്കാർക്ക് ഉണ്ടാവും പ്രസ്ബയോപ്പി അല്ലെങ്കിൽ അടുത്തുള്ളത് കാണാനുള്ള പ്രയാസം. അതാണ് 40 വയസ്സ് കഴിഞ്ഞവരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കണ്ണാടി പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് കട്ടിംഗ് ഉള്ള, താഴെ ഭാഗത്ത് കട്ടിംഗ് ഉള്ള ടൈപ്പ് ലെൻസസ് ആണോ, അത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രായം തോന്നുന്നു എന്നുള്ളതൊക്കെയാണ് അവരുടെ മെയിൻ ഒരു എന്താ പറയാ പേടി, അല്ലെങ്കിൽ ആ ഒരു അപ്പം അതിന് മെയിൻ ആയിട്ട് നമുക്ക് അത് ബൈഫോക്കൽസ് ആണ്. അതല്ലാണ്ട് ഇപ്പം പ്രോഗ്രസീവ് ലെൻസസ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഡിസ്റ്റൻസിലോട്ടുള്ളതായിക്കോട്ടെ, ഇന്റർമീഡിയറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ളത്. അത് മാത്രമല്ല നമ്മുടെ നിയർ റിക്വയർമെന്റ്, ഇത് മൂന്നും മീറ്റ് ചെയ്യുന്ന ടൈപ്പ് ലെൻസ് ആണ് ഈ പ്രോഗ്രസീവ് ലെൻസസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. പിന്നെ രണ്ടാമത് വരുന്നത് ഈ പറഞ്ഞ പോലെ കംഫർട്ട്. ഇപ്പം അവർക്ക് വെച്ചിട്ട് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇപ്പം ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ. ഈ ചില ആളുകള് പ്രായം ചെന്ന ആൾക്കാര് കണ്ണാടി വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്ന കാണാം. അതൊന്നും ദിവസം അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് മെയിൻ ആയിട്ട് നമ്മൾ ആ ഒരു കാര്യം കണ്ടുവരുന്നത് ഈ റീഡിംഗ് ഗ്ലാസസ് ഉപയോഗിക്കുന്നവരില്ല. റീഡിംഗ് ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 40 കഴിഞ്ഞിട്ട് വരുന്നവർക്ക് വായിക്കാൻ മാത്രം പവർ വരുന്നവരുണ്ട്. ദൂരക്കാഴ്ച നമുക്ക് നല്ല ക്ലിയർ ആയിരിക്കും. അപ്പൊ അവർ വായിക്കാനുള്ള പവർ മാത്രം ആഡ് ചെയ്തിട്ട് ഒരു കണ്ണാടി എടുക്കുമ്പം അവർ കുറച്ചുകൂടെ ഇറക്കി വെക്കും. അവർക്ക് നേരെ ഇങ്ങനെ വായിക്കാനുള്ള ആ ഒരു ഇത് മാത്രം കണ്ടാൽ മതി.
ശരിക്കും ദൂരത്തോട്ട് ഇതേ കണ്ണാടി വെച്ചാൽ ബ്ലർ ആയിരിക്കും. ഓക്കെ. അപ്പൊ ആ ഒരു റീസൺ കൊണ്ടാണ് അവർ ഇത് ഇറക്കി വെക്കുന്നത്. പക്ഷെ ഇതിനൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രസീവ് ലെൻസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വെക്കുക അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ കയറ്റി വെക്കുക അങ്ങനത്തെ ഒന്നും ആവശ്യം വരത്തില്ല. നമ്മുടെ 3 റിക്വയർമെന്റ്, ഡിസ്റ്റൻസ്, ഇന്റർമീഡിയറ്റ് ആൻഡ് നിയർ, ഈ 3 പവറിന്റെ റിക്വയർമെന്റ് ആ ഒരു സ്പെസിഫിക് ലെൻസ് കവർ ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രായം ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് കംഫർട്ടായിട്ടുള്ള ഫ്രെയിംസ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതൊരു കംഫർട്ട് സോണിൽ തന്നെ വന്നിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് കുട്ടികളുടെ കേസ് ആണെങ്കിലും ഈ എസ്പെഷ്യലി ഈ സൺഗ്ലാസിൻ്റെ കേസസ് ആണെങ്കിലും അതെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ ഒരു ഡോക്ടർ തരുന്ന ഒരു ലെൻസ് അതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക. അപ്പം അതിലേക്ക് കുറേയൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ താങ്ക് യു സോ മച്ച്.